വിശദീകരണം. മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താൻ അഥവാ പിശാച്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതിനാൽ സ്വർഗത്തിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ടവനാണവൻ. അർത്ഥം: എല്ലാവരോടും കരുണയുള്ളവനും പരമകാരുണ്യകനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. വിശദീകരണം: അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ ഇബാദത്ത്, ആരാധനയായി മാറും. എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സർവ്വലോക പരിപാലനായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. വിശദീകരണം: ലോകത്തെ സർവ്വസ്തുക്കളെ രക്ഷിതാവും നിർമ്മാണവും പരിപാലിക്കുന്നതും അള്ളാഹു തന്നെയാണ്. ലോകത്ത് കാണാൻ കഴിയാത്ത സൃഷ്ടികളും അള്ളാഹു മാത്രമാണ്. അർത്ഥം: എല്ലാവരോടും കരുണയുള്ളവനും പരമകാരുണ്യനുമാണവൻ. വിശദീകരണം: അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. ലോകത്തെ എല്ലാ സൃഷ്ടികളെയും അവന്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളെയും നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് പടച്ചത്. അർത്ഥം: പ്രതിഫല ദിവസത്തിലെ ഉടമസ്ഥനാണവൻ. വിശദീകരണം: അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹവും ഒരു നാൾ വിചാരണ ചെയ്യപ്പെടും. ആ ദിനത്തേക്ക് യാതൊരാളെന്ന് പറയുന്നു. അന്ന് സർവ്വാധികാരവും അള്ളാഹുവിന് മാത്രമാകുന്നു. ഇന്ന് അധികാരികളെ കഴിയുന്ന എല്ലാവരുടെയും അധികാരം അതില്ലാതാകും. അന്ന് സർവ്വ സ്തുതിയും അള്ളാഹുവിന് മാത്രമാകും. അർത്ഥം: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. വിശദീകരണം: നാം ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അവനുള്ള ആരാധനയിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. നമുക്ക് ചോദിക്കാനുള്ളതെല്ലാം അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലെ വിജയത്തിനും അപകടങ്ങളിലെ രക്ഷയ്ക്കും അള്ളാഹുവിനെ മാത്രം വിളിക്കുക. അർത്ഥം: ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. വിശദീകരണം: നമ്മുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ധാരാളം ആവശ്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ആവശ്യമാണ് ഹിദായത്ത്. ഹിദായത്ത് ലഭിക്കാൻ നാം നേരായ പാതയിൽ നയിക്കണം. നേരായ പാത എന്നാൽ ഇസ്ലാമാണ്. നമ്മളെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും നേരായ പാതയിലാവാൻ നാം ദുആ ചെയ്യണം. അർത്ഥം: നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക്. വിശദീകരണം: ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും മതങ്ങളും നേരായ പാത തങ്ങളുടേതാണ് വാദിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പാത മാത്രമാണ് നേരായ പാത. അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തെ കുറിച്ചാണ് നേരായ പാത എന്ന് പറയുന്നത്. അള്ളാഹു അനുഗ്രഹം ചെയ്തവർ 4 വിഭാഗമാണ്. 1 അമ്പിയാക്കൾ, 2 സിദ്ദീഖുകൾ, 3 ശുഹദാക്കൾ, 4 സാലിഹീങ്ങൾ. അർത്ഥം: കോപം ഏറ്റുവാങ്ങാത്തവരുടെയും വഴിപിഴക്കാത്തവരുടെയും മാർഗം. വിശദീകരണം: അള്ളാഹുവിനെ അനുസരിക്കാത്തവർ, നബിമാരുടെ കൽപ്പനകൾ അവഗണിച്ച് നിന്ദിച്ചവർ, ഇക്കാരണങ്ങളാൽ അള്ളാഹുവിന്റെ കോപം അവരിൽ ഇറങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ തിന്മകളുടെ ഇരുട്ട് മാറണം. തെറ്റുകളെ വെടിയാനും നന്മയെ പുൽകാനും ആഹ്വാനം ചെയ്യുന്ന അർത്ഥവത്തായ അറബി ഗാനം അവതരിപ്പിക്കുന്നതിന് തസ്മിയ ആൻഡ് പാർട്ടിയെ വേദിയിൽ